നമസ്കാരം. ആഗോളതലത്തിൽ ശാക്തിക ചേരികൾക്കിടയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യ പ്രതിരോധ ബന്ധം ശക്തമായി തുടരുന്നു. റഷ്യയിൽ നിർമ്മിച്ച മൾട്ടി റോൾ സ്റ്റെൽത്ത് മിസൈൽ ഫ്രിഗേറ്റ് INS തുഷീൽ ഇന്ത്യൻ നേവിയുടെ ഭാഗമായി. അത്യാധുനിക ആയുധങ്ങളും സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയും ഉൾക്കൊള്ളുന്ന INS തുഷീൽ ഇന്ത്യൻ നേവിയുടെ ശേഷി ശക്തിപ്പെടുത്തുകയും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വർദ്ധിച്ചുവരുന്ന ചൈനയുടെ വെല്ലുവിളി കൂടുതൽ കരുത്തോടെ ചെറുക്കാൻ ഇന്ത്യയെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. സമാന ശ്രേണിയിലുള്ള 6 റഷ്യൻ നിർമ്മിത കപ്പലുകൾ ഇതിനകം തന്നെ ഇന്ത്യൻ നേവിയിൽ സേവനത്തിലുണ്ട്. ഇതിൽ 3 തൽവാർ ക്ലാസ് കപ്പലുകൾ സെന്റ് പീറ്റേഴ്സ്ബർഗിലും 3 ഫോളോ ഓൺ ടെക് ക്ലാസ് കപ്പലുകൾ കലിനിൻഗ്രാഡിലുമാണ് നിർമ്മിച്ചത്. 2016 2 മൾട്ടി റോൾ സ്റ്റെൽത്ത് മിസൈൽ ഫ്രിഗേറ്റുകൾ ഇന്ത്യക്കായി റഷ്യയിൽ നിർമ്മിക്കാനുള്ള കരാർ ഒപ്പുവെച്ചത്. പിന്നീട് 2 കൂടി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ നിർമ്മിക്കാനും തീരുമാനമായിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ പെട്ടുപോയതോടെ തങ്ങളുടെ ഫ്രിഗേറ്റിനായി ഇന്ത്യക്ക് അല്പം കാത്തിരിക്കേണ്ടി വന്നെങ്കിലും യുദ്ധസജ്ജമായ അവസ്ഥയിലാണ് INS തുഷീൽ ഇപ്പോൾ ഇന്ത്യൻ നേവിയുടെ ഭാഗമാകുന്നത്. 125 മീറ്റർ നീളവും 3900 ടൺ വെയിറ്റുമുള്ള INS തുഷീൽ അത്യാധുനിക സ്റ്റെൽത്ത് ഫീച്ചറുകളാൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ ഉൾപ്പെടെ നിരവധി നൂതന ആയുധങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 30 നോട്ടിക്കൽ മൈലിൽ കൂടുതൽ വേഗത കൈവരിക്കാൻ കഴിവുള്ള ഗ്യാസ് ടർബൈൻ പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് ഈ കപ്പലിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഹെലികോപ്റ്ററുകൾ വിന്യസിക്കാനുള്ള കഴിവ് INS തുഷീലിനെ കൂടുതൽ അപകടകാരിയാക്കി മാറ്റുന്നു. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് INS തുഷീൽ കമ്മീഷൻ ചെയ്തത് റഷ്യയുടെ ഭാഗമായ കലിനിൻഗ്രാഡിൽ വെച്ചാണ്. 26% ഇന്ത്യൻ സാങ്കേതിക വിദ്യയും INS തുഷീലിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന കാര്യം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ നേട്ടമായി ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോൾ പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന റഷ്യയും യുക്രൈനും INS തുഷീലിന്റെ നിർമ്മാണത്തിനായി ഒരുമിച്ചു എന്നതും ഒരു പ്രത്യേകതയാണ്. കപ്പലിലെ പ്രൈമറി എഞ്ചിനുകളും ഗ്യാസ് ടർബൈനുകളും യുക്രൈനിലാണ് നിർമ്മിച്ചത്. ഇന്ത്യൻ നാവികസേനയിലെ ഭൂരിഭാഗം കപ്പലുകളും യുക്രൈൻ കമ്പനിയായ സോറിയോമാഷ്പ്രോപ്റ്റ് നിർമ്മിച്ച ഗ്യാസ് ടർബൈനുകളാണ് ഉപയോഗിക്കുന്നത്. ഇതേ ശ്രേണിയിൽ റഷ്യ നിർമ്മിക്കുന്ന 2ാമത്തെ മൾട്ടി റോൾ സ്റ്റെൽത്ത് മിസൈൽ ഫ്രിഗേറ്റായ INS തമാൽ 2025 അവസാനത്തോടെ ഇന്ത്യൻ നേവിക്ക് കൈമാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവയെ കൂടാതെ റഷ്യയുടെ സഹായത്തോടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി 2 മൾട്ടി റോൾ സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകൾ കൂടി ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ഗോവയിലെ കപ്പൽശാലയിലാണ് ഈ 2 കപ്പലുകളും നിർമ്മിക്കുന്നത്. ഒരു യഥാർത്ഥ ബ്ലൂ വാട്ടർ നേവി ആകാനുള്ള ഇന്ത്യയുടെ മോഹങ്ങൾക്ക് INS തുഷീൽ വലിയ ശക്തിയാണ് പകരുന്നത്.